സോ അതുകൊണ്ടാണ് പറയുന്നത് കമ്മോഡിറ്റി എന്നത് ഒരു സ്പെക്ടക്കിൾ ആണെന്ന്. അതായത് കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയിട്ടുള്ള വസ്തുക്കളാണ്. എന്നാൽ ഈ വസ്തുക്കൾ ഉപയോഗത്തിനേക്കാൾ ഉപരി ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറുന്നു. ഇതിനെയാണ് കൾച്ചറൽ തിയറിസ്റ്റ് ആയിട്ടുള്ള ഗൈ ഡിബോർഡ് കമ്മോഡിറ്റി ഫെറ്റിഷിസം എന്ന് വിളിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം അതിൻ്റെ ഉപയോഗത്തിനേക്കാൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജിനെയാണ് വാല്യൂ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാർ എടുത്താൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാനാണ്. എന്നാൽ ഇതേ കാറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നോക്കുമ്പോൾ ഈ ഒരു ഐഡിയ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഈ അഡ്വർടൈസ്മെൻറ്റിലെ മെയിൻ ക്യാരക്ടറും ഫാമിലിയും ഭയങ്കര ഹാപ്പി ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഇവർ വലിയ വലിയ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു, കാട്ടിലും മരുഭൂമിയിലും ബീച്ചിലും ഒക്കെ ആയിട്ട്. സോ ഇത്തരത്തിൽ ഉള്ള ഒരു ഇമേജ്, സക്സസ്ഫുൾ ആകുക അല്ലെങ്കിൽ ഫാമിലി ഹാപ്പി ആകുക എന്നുള്ളൊരു ഇമേജ് ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആകുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ വലിയ സംഭവം ആകാനൊന്നും പോകുന്നില്ല. വെറുതെ കാർ പൊറിച്ച് കിടക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും പോവില്ല. ഇപ്പോൾ ഇതല്ല മറ്റ് കമ്മോഡിറ്റീസ് ആയിട്ട് ഇപ്പോൾ ടീഷർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബ്രാൻഡഡ് ടീഷർട്ട് എടുക്കുന്നത് നമ്മളുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇറ്റ്സ് ഓൾ ദ സെയിം. ഇതിനൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമ്മളൊരു ടീഷർട്ട് എടുക്കുന്നതെന്ന് പറയും. പക്ഷേ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക, നമ്മൾ ആ ഒരു ബേസിലാണോ ടീഷർട്ട് എടുക്കുന്നത് അതോ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്?